ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് അപ്ഡേറ്റിന് ശേഷം അവർ കുറച്ച് ഡിഫെൻഡിങ് പരമായി കുറച്ച് മാറ്റങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏതൊക്കെ മാറ്റങ്ങളും പിന്നെ അതൊക്കെ ഗെയിമിൽ ഇപ്പോഴും വർക്കാവുന്നുണ്ടോയെന്നും പിന്നെ ഗെയിമിൽ ഇവൻറ്റ് മാച്ചിൻ്റെ ഉള്ളിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണെന്നുള്ള ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യാൻ പോണത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ഇൻസ്റ്റാഗ്രാമിലും കൂടി കയറി ഫോളോ ചെയ്തേക്കാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ ഒരു ത്രൂ ബോളൊക്കെ വരുമ്പോൾ നമ്മുടെ ഡിഫൻഡേഴ്സ് അത് എടുക്കാണ്ട് മാറിയിരിക്കലൊക്കെ ഉണ്ടായിരുന്നു. അവൻ്റെ അറ്റാക്കേഴ്സ് അത് കയറി പെട്ടെന്ന് എടുത്തിട്ട് പോകും. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിന് ശേഷം അതിനുവേണ്ട സ്പീഡ് ആൻഡ് ആക്സലറേഷൻ എല്ലാം നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. അതായത് പന്ത് എടുക്കാനുള്ള ടെൻഡൻസി നമ്മുടെ ഡിഫൻഡേഴ്സ് കാണിക്കും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു പ്ലെയറിൻ്റെ സ്റ്റാമിന കുറയുമ്പോൾ സാധാരണ ആക്സിലറേഷനൊക്കെ ഈ അപ്ഡേഷന് മുമ്പ് കുറയലുണ്ടായിരുന്നു. അപ്പോൾ ആക്സിലറേഷൻ കുറയുമ്പോൾ ഒന്ന് സ്പീഡിൽ പോയി പന്തെടുക്കലുണ്ടാവില്ല. അപ്പോൾ ഈ അപ്ഡേഷന് ശേഷം സ്റ്റാമിന കുറയുമ്പോൾ ആക്സിലറേഷൻ കുറയണ ആ പ്രശ്നമൊന്നും വരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ സ്പീഡിൽ പന്തെടുക്കും. ഇപ്പോൾ മൂന്നാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ഡിഫൻഡറിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആക്സിലറേഷൻ. അപ്പോൾ ആക്സിലറേഷൻ കൂടുതലുണ്ടല്ലേ സ്പീഡ് കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഈ അപ്ഡേറ്റിന് ശേഷമാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിഫെൻസിങ് അവയർനെസ് ഉള്ള പ്ലെയർക്ക് ആക്സിലറേഷൻ കാണുള്ളൂ. അപ്പോൾ ഈ അപ്ഡേഷന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫെൻസിങ് അവയർനെസ് ഉള്ള പ്ലെയേഴ്സ് ആയിരിക്കും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ഡിഫെൻഡിങ്ങായിട്ട് ബന്ധപ്പെട്ട് വന്ന മൂന്ന് മാറ്റങ്ങൾ. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഗെയിമിൽ ഇപ്പോൾ നല്ല രീതിക്ക് വർക്കാവുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ വർക്കാവുന്നുണ്ട്. നല്ല രീതിക്ക് നല്ല ഡിഫെൻഡും എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്കായാലും ഒപ്പോണൻ്റ് ആയാലും. ഇപ്പോൾ പണ്ടത്തെ പോലെ വെറുതെ ത്രൂ ബോളും തൂക്കിയിട്ടൊന്നും കയറിപ്പോലൊക്കെ നടപടിയാണ് കേസല്ല. ത്രൂ ബോളൊക്കെ ഡിഫെൻഡ് പൊട്ടാണ്. അവരൊക്കെ ആണെങ്കിൽ അവർക്കൊരു ഹാപ്പി ന്യൂസാണ്. അപ്പോൾ ഇതിപ്പോൾ ഈ അപ്ഡേറ്റിന് ശേഷം തൂക്കിയിറങ്ങാൻ നടക്കുമെന്ന് തോന്നുന്നില്ല. വെറുതെ ത്രൂ ബോൾ ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. അത്രയ്ക്കും സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഡിഫൻഡേഴ്സ്. ഇനി നമുക്ക് ഈ മാച്ച് ഇവൻറ്റിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ മാച്ച് കഴിയുമ്പോൾ കുറേ അഡ്വൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് ഇവൻറ്റിലല്ല എല്ലാത്തിലും കിട്ടും. അഡ്വൈസ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ കളിയിൽ എന്തൊക്കെ ഇമ്പ്രൂവ് ആക്കണം, അതായത് നിങ്ങളുടെ കളിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ആക്കണം എല്ലാം കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങളിപ്പോൾ ക്ലിയർ ചെയ്തില്ല, ബോക്സിൻ്റെ ഉള്ളിൽ പന്ത് വന്നിട്ട് ക്ലിയർ ചെയ്തില്ല, അപ്പോൾ ആ സമയമാകുമ്പോൾ ക്ലിയർ ചെയ്യണം. പിന്നെ ഇപ്പോൾ നിങ്ങൾ ടാക്കിൾ മിസ്റ്റേക്ക് പറ്റി, അപ്പോൾ നല്ല രീതിക്ക് ടാക്കിൾ ചെയ്യാനും പിന്നെ പെട്ടെന്ന് തന്നെ കയറിപ്പോലെ അങ്ങനത്തെ കുറേ അഡ്വൈസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മിസ്റ്റേക്സൊക്കെ ഇതിൽ കൂടി കിട്ടും. അപ്പോൾ എൻ്റെ ഒരു ഇതൊരു നല്ലൊരു ഉപകാരം തന്നെയാണ്. എനിക്ക് തന്നെ ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതാക്കാൻ പറ്റി. എൻ്റെ ഇതിൽ കൊണ്ടുവന്നത് ഒരു നല്ലത് തന്നെയാണ്. അപ്പോൾ മാക്സിമം മിസ്റ്റേക്സൊക്കെ കളി പറ്റുന്നവരൊക്കെ വായിച്ച് നോക്കുക. നല്ലൊരു ഉപകാരം തന്നെ ആയിരിക്കും. അപ്പോൾ അടുത്തതാണെങ്കിൽ ഇവിടെ നമ്മൾ ഒരു പ്ലെയറിൻ്റെ യൂസർ ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ടാകും. അപ്പോൾ ഈ അറ്റത്ത് തുടങ്ങുമ്പോൾ അവൻ്റെ സ്ക്വാഡ് കാണാം നമുക്ക്. അതിൻ്റെ ഇപ്പുറത്ത് തുടങ്ങുമ്പോൾ അവൻ കളിക്കുന്ന രീതികളൊക്കെ കാണാം. ഡ്രിബിളിങ്, ലാസ്റ്റത്തെ 10 മാച്ചസിൻ്റെ ഡ്രിബിളിങ്, ഡിഫെൻഡിങ്, ഷൂട്ടിങ്, ഗോൾ ടൈപ്പ്, പാസിങ്, സ്പെഷ്യൽ കൺട്രോൾസിങ്, എന്താ പറയുക സാധനങ്ങളൊക്കെ കാണാം. അപ്പോൾ അവൻ്റെ യൂസർ ലിസ്റ്റ് എടുത്ത് നോക്കിയാലും കാണാൻ പറ്റും. അപ്പോൾ ഇതേ സെയിം സാധനം നമ്മുടെ പ്രൊഫൈലിൽ കാണണമെങ്കിൽ മൈ ടീം എടുക്കുക, അനലൈസേഴ്സ് എടുക്കുക. അവിടെ കയറുമ്പോൾ നമുക്കും കുറേ ഇത് കിട്ടും. മാച്ച് ഡേറ്റയിൽ നമ്മുടെ ഡ്രിബിളിങ്ങും ഷൂട്ടിങ്ങും അതൊക്കെ കിട്ടും. പിന്നെ ഇപ്പുറത്ത് നോക്കുമ്പോൾ ഇവിടെ ഡിവിഷൻ 1, 2 അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ പ്രൊഫൈലിലും നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ. ഇത് നോക്കുകയാണെങ്കിൽ ഇവൻറ്റ് മാച്ചിൽ ഏലൊന്ന് മാറ്റമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മാച്ച് സ്റ്റാർട്ട് അടിക്കുമ്പോൾ മുകളിൽ റൈറ്റ് സൈഡിലായിട്ടൊരു സാധനം കാണാം. അപ്പോൾ അതിനാക്കി കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യും. അപ്പോൾ അതിനാക്കിയിട്ട് നമുക്ക് വേണമെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനാക്കിയില്ലെങ്കിൽ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യണം. അപ്പോൾ അതിനാക്കി കഴിഞ്ഞാൽ ആയിരിക്കും കൺട്രോൾ ആക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കും വേണമെങ്കിൽ കൺട്രോൾ ആക്കാൻ പറ്റും. അപ്പോൾ ഇത് കുഴപ്പമില്ലാത്തൊരു ഫ്യൂച്ചറാണ്. ഇത്രയൊക്കെ മാറ്റങ്ങളാണ് പിന്നെ നമ്മുടെ ഗെയിം പ്ലേയിൽ കൊണ്ടുവന്നേക്കണം. പിന്നെ ഒരു സെലിബ്രേഷനും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ താല്പര്യമുള്ളവർക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിലും കൂടി കയറി ഫോളോ ചെയ്തേക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ബൈ.